ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിയാജീവിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് പേസ് മേക്കർ, എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് പേസ് മേക്കർ വേണ്ടത്, ഇങ്ങനെ പേസ് മേക്കർ വെച്ച വ്യക്തികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഹൃദയനിരക്ക് കുറവുള്ള വ്യക്തികളിലേക്ക് ഇലക്ട്രിക്കൽ ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ തരംഗങ്ങൾ കൃത്രിമമായി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. സാധാരണ ഇതിനൊരു 25 മുതൽ 35 ഗ്രാം ഭാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മൾ ശരീരത്തിൻ്റെ ഇടതോ വലതോ തോളലിൻ്റെ താഴെയായിട്ട് സ്കിന്നിനോടും കൊഴുപ്പിനോടും ഇടയിലുള്ള ഭാഗത്താണ് വെക്കാറ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60 മുതൽ 100 വരെയാണ്. എന്നാൽ ഇതിനേക്കാളും കുറഞ്ഞ് 40നേക്കാളും ഹാർട്ട് റേറ്റ് കുറയുകയും അതോടൊപ്പം തന്നെ ആകാരമായ ഒരു ക്ഷീണം അനുഭവപ്പെടുക, ഛർദി വരിക, എപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക, നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ട്, എപ്പോഴും കിടപ്പ്, ഒരു ഉന്മേഷമില്ലാതെ വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണ ഒരു ECG എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറേയധികം പോസുകൾ വരികയും ഹാർട്ട് റേറ്റ് വളരെയധികം താഴ്ന്നു നിൽക്കുകയും ചില സമയങ്ങളിൽ വ്യക്തികൾക്ക് ഒരു ബോധമില്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ECG നോക്കുകയാണെങ്കിൽ 3rd ഡിഗ്രി ഏട്രിയോവെൻട്രിക്കുലർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ചില മെത്തേഡുകളിൽ ആദ്യമായി നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുക്കും, ഹാർട്ട് റേറ്റ് കൂട്ടാനുള്ളത്, ടാബ്ലറ്റ്സുകൾ കൊടുക്കും. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, പേഷ്യൻ്റ് കണ്ടീഷൻ സെയിം ആയിട്ട് ഒരു ക്ഷീണം അതേപോലെ തന്നെ നിൽക്കുകയാണ് എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി പേസ് മേക്കർ എന്നൊരു ഓപ്ഷനിലേക്ക് പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെമറൽ ആർട്ടറി, അതായത് തൊടയോട് ചേർന്നിട്ടുള്ള വലിയൊരു ഞരമ്പാണത്. ആ ആർട്ടറിയിലൂടെ നമ്മൾ ഒരു ഷീത്ത് കയറ്റി ഗൈഡ് വയർ വെച്ച് ഹാർട്ടിലേക്ക് ഒരു വയറിട്ട് പുറമേക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് ടെമ്പററി ആയിട്ട് ഒരു പെട്ടി പോലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നമ്മൾ ഹാർട്ടിൻ്റെ ഞരമ്പുകൾ വഴി ഹാർട്ടിലേക്ക് ഇലക്ട്രിക്കൽ കറണ്ട് കൊടുത്ത് ഉത്തേജിപ്പിക്കുന്ന ഹാർട്ട് റേറ്റ് കൂട്ടാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടെമ്പററി പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഹാർട്ട് റേറ്റ് നമുക്ക് പുറമേ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ടെമ്പററി പേസ് മേക്കർ ഒരു 3 ദിവസം വരെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഇതേപോലെ ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ആവുന്നില്ല, പേഷ്യൻ്റ് കണ്ടീഷൻ സെയിം തന്നെയാണ് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് പെർമനൻറ്റ് പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സുകൾ അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തികൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് ആൻറ്റിബയോട്ടിക്സ് തലേദിവസം പ്രൊസീജിയറിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും, ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനായിട്ട്. അങ്ങനെ പേസ് മേക്കർ കാത്ത് ലാബിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, ഭയങ്കര സ്റ്റെറൈലായിട്ട് ചെയ്യും. പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുത്ത് നോക്കും, ECG എടുത്ത് നോക്കും. എക്സ്റേ എടുക്കുന്നത് ഈ വെച്ച പേസ് മേക്കർ കറക്റ്റ് പൊസിഷനിലാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല മൂവ്മെൻറ്റുകളെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യും, പിന്നെ മെല്ലെ മെല്ലെ മൂവ്മെൻറ്റ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പേസ് മേക്കർ വയ്ക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇടതോ അല്ലെങ്കിൽ വലതോ തോളലിൻ്റെ താഴെയായിട്ടായിരിക്കും വെക്കുക. സ്കിന്നിൻ്റെയും കൊഴുപ്പിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ വെക്കുക എന്ന് പറഞ്ഞു. ഈ പേസ് മേക്കറിൻ്റെ ലീഡ് ഞരമ്പുകൾ വഴിയായിട്ടാണ് ഹാർട്ടിലേക്ക് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയുമ്പോൾ നമ്മൾക്ക് പേസ് മേക്കറിന് അത് റെക്കഗ്നൈസ് ചെയ്യാനും ഹാർട്ട് റേറ്റിനെ കൂട്ടി ഇതിന് അതിൻ്റെ അളവ് കൂട്ടാനും ഹാർട്ടിൻ്റെ പേശികൾ ഉത്തേജിപ്പിക്കാനും അതുവഴി നോർമലായിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കാനും പേസ് മേക്കറിന് കഴിയുന്നു. കുറയുന്ന സമയത്ത് അത് നിയന്ത്രിക്കാനും കഴിയുന്നു. അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പേസ് മേക്കർ എന്ന ഉപകരണത്തിനുണ്ട്. പേസ് മേക്കറിൽ നമ്മൾ ഹാർട്ട് റേറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പേസ് മേക്കർ ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്നുള്ള വ്യക്തികൾക്ക്, അതായത് പേസ് മേക്കറിനെ പുറമേ നിന്നുള്ള ആൾക്കാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പേസ് മേക്കർ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണോ നടക്കുന്നതെന്ന് നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പേസ് മേക്കറിൻ്റെ ഈ കമ്പനിക്കാർ വന്ന് പേസ് മേക്കർ ചെക്ക് ചെയ്യാറുണ്ട്. വ്യക്തികളിൽ വെച്ചിരിക്കുന്ന പേസ് മേക്കറിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് അവർ നോക്കാറുണ്ട്. സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള വ്യക്തികളിൽ, അതായത് ഇങ്ങനെ പേസ് മേക്കർ വെച്ച വ്യക്തികൾ കുഴപ്പമൊന്നുമില്ലാണ്ട് ഒരു 10 മുതൽ 12 വർഷം വരെ ഈ പേസ് മേക്കറിൽ തന്നെ നമുക്ക് വെച്ച് ജീവിക്കാവുന്നതാണ്. ഇങ്ങനെ പേസ് മേക്കർ വെച്ച വ്യക്തികൾക്ക് അത് വെച്ചതിന് ശേഷം ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പേസ് മേക്കർ വെച്ച വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി, ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒരു ID ബാൻഡിൽ പേസ് മേക്കറുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിൻ്റെതായ രേഖകൾ എങ്ങോട്ടെങ്കിലും ദൂരയാത്രകൾ പോവുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ കൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പേസ് മേക്കർ വെച്ച ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമതായി, നമ്മൾ സെൽഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും പലരും, അല്ലേ? അപ്പോൾ നമ്മുടെ ഇടതുവശത്താണോ വലതുവശത്താണോ നമ്മൾ പേസ് മേക്കർ വെച്ചതെന്ന് എന്നതിനനുസരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ സെൽഫോൺ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇടതുവശത്താണ് പേസ് മേക്കർ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലത് ചെവിയിൽ വേണം നമ്മൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട്.
പിന്നെ ഇലക്ട്രിക്കൽ കറൻറ്റ് വൈദ്യുത തരംഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതുമായി വൈദ്യുത തരംഗങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസുകളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ പേസ് മേക്കർ വെച്ച വ്യക്തികൾ. എന്നാൽ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഗൃഹോപകരണങ്ങൾ, അതായത് വൈദ്യുത തരംഗങ്ങളും ചാർജുകളും കുറവുള്ളതായിരിക്കും, അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ചില പ്രൊസീജിയറുകൾ, അതായത് CT, അൾട്രാസൗണ്ട്, എക്കോകാർഡിയോഗ്രാം, ഇങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുന്നതുകൊണ്ട് ഈ പേസ് മേക്കർ വെച്ച വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതിന് അപ്പുറം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അതായത് MRI ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് തരംഗങ്ങളായിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ പേസ് മേക്കറിൻ്റെ ഫംഗ്ഷനെ ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ MRI വെച്ച വ്യക്തികൾ നമ്മൾ സജസ്റ്റ് ചെയ്യുക, പേസ് മേക്കർ വെച്ച വ്യക്തികൾക്ക് MRI സജസ്റ്റ് ചെയ്യാറില്ല. എന്നാൽ ഇപ്പോൾ അതിനോട് MRI എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേസ് മേക്കറുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഇതുകൂടാതെ നമ്മൾ എയർപോർട്ടിലും മറ്റും പോകുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉണ്ടാവും അല്ലേ, നമ്മളതിനെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പേസ് മേക്കർ വെച്ചവരാണെങ്കിൽ മെറ്റൽ ഡിറ്റക്ടറിലൂടെ അധികം നേരം കുറേ സമയം ചിലവഴിക്കാൻ പാടില്ല, പെട്ടെന്ന് കടന്നു പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോട് പറയുക, ഞങ്ങൾ പേസ് മേക്കർ വെച്ച വ്യക്തിയാണ്, ഞങ്ങൾക്ക് ഇതിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം അവരെന്നെ വ്യക്തമായി അറിയിക്കുകയാണെങ്കിൽ അവരതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ അർബുദം ബാധിച്ചവർ, ക്യാൻസർ ഉള്ളവർക്ക് നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട്, അപ്പോൾ ഈ റേഡിയേഷൻ തെറാപ്പി ചെയ്യുമ്പോൾ പേസ് മേക്കർ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ റേഡിയേഷൻ തെറാപ്പീസ് കൊടുക്കുന്നതെങ്കിൽ അത് പേസ് മേക്കറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പേസ് മേക്കർ വെച്ചവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് അത്യാവശ്യമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേസ് മേക്കർ വെച്ചവർക്ക് വരികയാണെങ്കിൽ അവരുടനടി ഏത് ഹോസ്പിറ്റലാണോ ഏത് ഡോക്ടറാണോ വെച്ചിരിക്കുന്നത് പേസ് മേക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കൺസൾട്ടേഷൻ ചെയ്ത് ഈ പേസ് മേക്കറിൻ്റെ കമ്പനിക്കാരുമായി ബന്ധപ്പെട്ട് ചെക്കിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഹാർട്ട് റേറ്റ് ഇത്രയും കുറവുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മളിങ്ങനെ പേസ് മേക്കർ വെക്കാറുള്ളത്. അത്തരത്തിലുള്ള വ്യക്തികൾ ഇത്രയും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.